ഇതിപ്പോൾ ഒരു 4 ഗ്ലാസ് അരിയുണ്ട്. പച്ചരി നമ്മൾ പൊന്നി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതിലേക്ക് തന്നെ ദോശ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്ന സ്പെഷ്യൽ അരിയാണ്. പിന്നെ ഇത് 1 ഗ്ലാസ് ഉഴുന്നുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാനാണ്, നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് കഴുകി നമ്മൾ വയ്ക്കുകയാണ്. അതിപ്പോൾ ഞാൻ കഴുകി കഴുകി ഇനി ഒരു 5-6 മണിക്കൂർ നമ്മൾ പാല് കുതിർത്തി വയ്ക്കും. അതുപോലെ തന്നെ ഉഴുന്ന്. ഇതിൻ്റെ ഈ അരിയുടെ കൂടെ വേണമെങ്കിൽ എനിക്ക് ഉലുവ ഇടാം. പക്ഷെ എന്തായാലും മുഴുവൻ ഉലുവില്ല, അത് ഞാൻ പൊടിയിടുന്നത്. അത് ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ശരി, ഓക്കെ. നമ്മൾ രാവിലെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഗ്ലാസ് അരി, അതൊരു 150 ഗ്രാം കൊള്ളുന്ന ഗ്ലാസ്സാണ്. അത് 4 ഗ്ലാസ് അരി ഇട്ട് വെച്ചതാണ്. പിന്നെ ഉഴുന്ന് അതേപോലെ ഇട്ട് വെച്ചു. അത് ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നെയ് റോസ്റ്റിന് അങ്ങനെ ഉഴുന്നിൻ്റെ അളവത്തിൽ കുറച്ച് മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഭയങ്കര അങ്ങനെയല്ലല്ലോ, ഒരു ഹാർഡായിട്ടിരിക്കുന്ന ഇതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്ര ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വരും. എൻ്റെ അത്ര വലിയ ജാറല്ല. അപ്പോൾ ഉഴുന്നിലുള്ള വെള്ളം തന്നെയാണ് അതിൽ ചേർക്കണത്. ഇത്ര അധികം വേണ്ട, അത്ര ഒഴിക്കണ്ട, ഇത്തിരി ഇട്ടത് പാകത്തിന് മതി. എന്നാലും അരഞ്ഞു വെച്ചോളൂ. അപ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ അരച്ച് കൊണ്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് തന്നെ അരച്ചുകൊണ്ട്, ഭയങ്കര നൈസ് എന്ന് പറഞ്ഞാൽ അത്രയും തന്നെയാണ്. അല്ലേ, ഇതേപോലെ അരച്ചിട്ടുണ്ട്. ഞാൻ എടുത്തതരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഒഴിക്കുകയാണ്. അരി മാത്രമേ അരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഉഴുന്നരയ്ക്കാം. നമ്മൾ ഉഴുന്നരയ്ക്കാൻ പോവാണ്. അതുകൂടി അരച്ചതിൽ ഒഴിക്കാം. അപ്പം ഞാൻ ഉഴുന്നരച്ച് കൊണ്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ അല്ലാതെ അരച്ച് കൊണ്ടുവന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉലുവപ്പൊടി ഇട്ട്, അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തു, പിന്നെ ഉലുവയും ചേർത്തു. ഒരു സ്വല്പം പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. 1 സ്പൂണ് പഞ്ചസാര പൊടിച്ചതിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. അപ്പോൾ ഇത് ഇനി നന്നായി നമ്മുടെ കൈ കൊണ്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നതല്ലാതെ കൈ കൊണ്ട് തന്നെ ഇളക്കണം. സ്പൂണ് വെച്ച് ഇളക്കണേരം നല്ല നമ്മളിങ്ങനെ യോജിപ്പിച്ച് എല്ലാതും ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പം അതിനൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിത് ആക്കി അടച്ച് വയ്ക്കാം. ഇതൊന്നും ചേർക്കാനൊന്നുമില്ല. ഇനി നാളെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്നും നമ്മൾ ആക്കി വെച്ച മാവാണ്. നന്നായി പൊളിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം.
ഇതാണ് പാകം അതിൻ്റെ. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ നെയ് റോസ്റ്റ് ഇട്ടാണ്ട് നമ്മൾ ഒരു 2 തവി ഒഴിക്കണം കേട്ടോ. അതെന്താ വലിയ ദോശയാക്കി എടുക്കാം, കാണാനും ഭംഗിയുണ്ടാവും. ഇനി അതൊന്ന് വലിഞ്ഞ് നന്നായി ഇവിടേക്ക് ഒരു റെഡ് കളർ വരുമ്പോൾ നമുക്ക് അതിൽ നെയ്യ് പുരട്ടിയിട്ട് ചുരുട്ടി ഒന്നുകൂടി ഇട്ടിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ഇത് വലിഞ്ഞ് വരുമ്പോൾ നെയ്യ് ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്താക്കാം. എന്നിട്ട് അതിൻ്റെ ദോശരായി നെയ്യ് ഒഴിക്കാതെ ചെയ്ത് അങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെയല്ല, ഒന്ന് വലിഞ്ഞതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുക്കാം. വലിയിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇതാണ് നെയ് റോസ്റ്റ്. നമുക്ക് ഇങ്ങനെ എടുക്കാൻ മടക്കി പേപ്പർ കനത്തിലുള്ളൂ. നല്ല നെയ് റോസ്റ്റ് ഉണ്ട്. ചപ്പാത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം. നമുക്കെടുത്ത് ഒഴിക്കാം. രണ്ട് കഴിക്കുക. അപ്പോൾ വലിയ ദോശ ഇട്ടിട്ട് വലിയ ദോശയിട്ടിട്ട് ഇനി അത് വലിയുമ്പോൾ നമുക്ക് നെയ്യ് പുരട്ടി ഞാൻ നെയ്യ് ഒഴിച്ചു. ഇനി ഇതിങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ കാണിക്കാണ്ട. അതിൻ്റെ കളറൊക്കെ മാറി വരും.
നന്നായി കളറൊക്കെ മാറി വന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നുള്ളൂ. വേണ്ട, ഇങ്ങനെ മുടക്കി ഇങ്ങനെ ചുറ്റാവുന്നുള്ളത് ദോശ ചുറ്റിയെടുക്കാം. നെയ് റോസ്റ്റ് ഇത് ഞാനുണ്ടാക്കിയ നെയ് റോസ്റ്റ് വളരെ ടേസ്റ്റിയായ ക്രിപ്സിയായ നെയ് റോസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.